നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 2-ാം തീയതി, 1201 ആണ്ട് വൃശ്ചിക മാസം 16-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അശ്വതി നക്ഷത്രമാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല ശരിക്ക് ചൊവ്വ. ഇപ്പോൾ വൃശ്ചിക മാസത്തിലെ ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് ആകിലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് മാറ്റിവെക്കുക. കാരണം നമുക്ക് കൊള്ളാത്ത ദിവസങ്ങളിൽ നമ്മൾ കിടന്ന് അലഞ്ഞിട്ട് വരുന്നതല്ലാതെ നമുക്കതുകൊണ്ട് ഗുണം വരത്തില്ല. എന്ന് വെച്ച് ഇന്ന് ചെയ്യേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങളുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ അത് നടക്കാതെ പോകും. അതുകൊണ്ട് ചെയ്യുന്നതല്ലാതെ നമുക്ക് സമയബന്ധിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഇന്ന് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അന്ന് നക്ഷത്രം അനുകൂലപ്രദമാണ് അശ്വതി നക്ഷത്രമെങ്കിലും ആഴ്ച അനുകൂലപ്രദമല്ല. ചൊവ്വ ശത്രു ദിവസമാണ്. അതുകൊണ്ട് ഓരോ കാര്യത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും ശത്രുക്കൾ ഉണ്ടാകാൻ ഇടയുള്ള ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് തന്നെ വഴക്കുണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുപോലെ ആക്സിഡൻറ്റോ തീപ്പൊള്ളലോ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വണ്ടിയൊക്കെ ഓട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുപോലെ ഇന്ന് വൃശ്ചിക മാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഈ ഒരു വർഷം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടുപോകണം. ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അതുപോലെ തീപ്പൊള്ളലേക്കാം, കേസ് വഴക്കുകൾ വരാം. ഇതൊക്കെ വരാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം. ബൗണ്ടറി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസ് വഴക്കുകൾ ഒക്കെ വരാനുള്ള സാധ്യതയുള്ള സമയമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയോടുകൂടി തന്നെ പോകണം. ഇതിനിടയ്ക്ക് വല്ല വസ്തു വല്ലതും വാങ്ങുക വല്ലതും ചെയ്യുകയാണെങ്കിൽ ആ വസ്തു നല്ല ക്ലിയറായ ഭൂമിയാണോ എന്ന് ഒക്കെ നോക്കിയതിന് ശേഷമേ ഇടപാട് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ വിപരീത ഫലത്തെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പരിഹാരം ചെയ്ത് കൊണ്ടുപോകണം. ശരിക്ക് ചൊവ്വയുടെ ദേവത എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്. അടുത്ത് മുരുകക്ഷേത്രം ഉണ്ടെങ്കിൽ മുരുകക്ഷേത്രത്തിൽ പോയി സുബ്രഹ്മണ്യ സ്വാമിക്ക് പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചനയോ നടത്തണം. ഒരു ശത്രു സംഹാര യന്ത്രം, ഈ ആക്സിഡൻറ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു ദേഹരക്ഷയായിട്ട് വെച്ചോളണം. അത് ദേഹത്ത് ധരിക്കുകയോ പേഴ്സിൽ വയ്ക്കുകയോ നമ്മളെ കൂടെ ബാഗിൽ വയ്ക്കുകയോ ചെയ്യണം. നമ്മളെ കൂടെ ഉണ്ടാവണം. അപകടങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, പോസിറ്റീവ് എനർജി കൂട്ടാൻ വേണ്ടി. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 3 മണി 6 തൊട്ട് 4 മണി 22 വരെ രാഹുകാല സമയം. 4 മണി 32 വരെ രാഹുകാല സമയം. രാഹുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം. അതുപോലെ യമകണ്ഠ കാലസമയവും ഗുളിക കാലസമയവും ഇന്ന് കൂടുതലായിട്ട് സൂക്ഷിക്കണം. കാരണം അവർക്ക് പ്രപഞ്ചത്തിൽ പ്രത്യേക ശക്തിയുള്ളവരാണ് ഇവർ രണ്ടുപേരും. അല്ലെങ്കിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം 12:14 തൊട്ട് 1 മണി 40 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9:22 തൊട്ട് 10:48 വരെയും. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ 11 മണി 50 തൊട്ട് 12 മണി 38 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരം ഒഴിച്ച്, അതായത് 12:12 തൊട്ട് 12:16 വരെ,
ആ 4 മിനിറ്റ് ഒഴിച്ച് 48 മിനിറ്റിൽ 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ ഈ സമയത്തെ ആശ്രയിക്കുക. ഈ സമയത്ത് ഒരു പ്രത്യേക കവചം ഈ ഗ്രഹദോഷത്തിൽ നിന്ന് അതിജീവിച്ച് കൊണ്ടുപോകാനുള്ള ശക്തി അഭിജിത്തിനുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം. റെഡ് കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു കഷ്ടതയും വരാതെ സംരക്ഷിക്കാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.